ഹര ഹര മഹാദേവ. ശിവരാത്രി പ്രമാണിച്ച് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തജനങ്ങളുടെ സംശയങ്ങൾ പലതാണ്. ലളിതമായ രീതിയിൽ പറയാം. ശിവരാത്രി ദിവസം, അതായത് നാളെ 2025 ഫെബ്രുവരി മാസം 26-ാം തീയതി ബുധനാഴ്ച ആണ് ഈ വർഷത്തെ ശിവരാത്രി ഉത്സവം. രാവിലെ പ്രഭാതത്തിങ്കൽ, അതായത് ഉദയത്തിന് മുന്നിലാണ് ഏറ്റവും ഉത്തമം. പ്രഭാതത്തിൽ കുളി കഴിഞ്ഞ് ശുഭ്രവസ്ത്രം ധരിച്ച്, ശുഭ്രവസ്ത്രം എന്നാൽ പുതിയ വസ്ത്രമാകാം, നല്ല വസ്ത്രമെന്നാണ് ശുഭ്രവസ്ത്രം എന്നാൽ അർത്ഥം. അത് വെള്ളവസ്ത്രമാകാം, മറ്റ് വസ്ത്രങ്ങളായാൽ തന്നെയും അഴുക്കില്ലാത്ത ശുദ്ധമാക്കി കഴുകി ശുദ്ധമാക്കിയ വസ്ത്രം എന്ന് ധാരം. ശുഭ്രവസ്ത്രം ധരിച്ച് ഭസ്മം ധരിച്ച്, അത് വളരെ പ്രധാനമാണ്. ഭസ്മം ധരിച്ച് ശിവാലയത്തിങ്കൽ, അതാണ് ഉത്തമം. ശിവക്ഷേത്രത്തിൽ എത്തുക എന്നുള്ളതാണ് ഉത്തമം. ഒരുപക്ഷെ ശിവക്ഷേത്രത്തിൽ എത്താൻ കഴിയാത്തവർ ശിവവിഗ്രഹം അല്ലെങ്കിൽ ശിവലിംഗത്തിന് മുന്നിൽ മണ്ണുകൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി അതിന് മുന്നിൽ കൂളത്തില കൊണ്ട് മാല കെട്ടി ഭഗവാനിൽ ചാർത്തി പ്രഭാതത്തിൽ ശുഭ്രവസ്ത്രം ധരിച്ച് ഭസ്മം ധരിച്ച് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക എന്നാണ്. എത്രത്തോളം ജപിക്കാമോ അത്രത്തോളം പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. വൈകുന്നേരത്ത് സന്ധ്യാസമയത്തിന് മുന്നിലായി വീണ്ടും സ്നാനം ചെയ്യുക, കുളിക്കുക. കുളി കഴിഞ്ഞ് വീണ്ടും ഇതേപോലെ തന്നെ ശുഭ്രവസ്ത്രം ധരിച്ച് ഭസ്മം ധരിച്ച് ശിവാലയത്തെങ്കിൽ എത്തി രാത്രി ഉപവാസമായിരിക്കണം. പകൽ ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണമാണ്. രാത്രി ഉപവാസം ചെയ്ത് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് പ്രഭാതം വരെ, പ്രഭാതത്തിൽ ഇളനീരോ തീർത്ഥമോ അങ്ങനെയൊക്കെ കുടിച്ച് വ്രതം നിർത്താം. പാരണമിട്ടുക എന്നാണ് പറയുക. വ്രതം കഴിയും. പക്ഷേ വ്രതം അനുഷ്ഠിക്കുന്നവർ അന്ന് പകൽ, അതായത് ശിവരാത്രി ദിവസം കഴിഞ്ഞ് വരുന്ന പകൽ, ഇപ്പം ഇന്ന് പറയുകയാണെങ്കിൽ മറ്റന്നാൾ പകൽ ഉറങ്ങാൻ പാടില്ല. അന്ന് സന്ധ്യയ്ക്ക് തീർത്ഥം കുടിച്ച് അല്ലെങ്കിൽ സന്ധ്യ വിളക്ക് കണ്ട് തൊഴുതതിന് ശേഷം മാത്രമാണ് വ്രതം മുറിക്കേണ്ടത് എന്നാണ് ശിവപുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ശിവരാത്രി വ്രതത്തെ സംബന്ധിക്കുന്ന ലളിതമായ ഒരു വിവരണം. എല്ലാവർക്കും ഭഗവാന്റെ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.